ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈപ്രോ. ജൂനിയർ സയൻറ്റിഫിക് ഓഫീസറിന് നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ? നന്നായിട്ട് പഠിക്കുക. എക്സാമിനേഷൻ നിങ്ങൾക്ക് ഏകദേശം ഒക്ടോബറിലായിരിക്കും. ഓക്കെ, ചിലപ്പോൾ ഒരു മന്തൊക്കെ മുമ്പോട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാലും ഒക്ടോബറിലായിരിക്കും എക്സാമിനേഷൻ. ഓക്കെ, പി എസ് സിയുടെ കലണ്ടർ വന്നതിനനുസരിച്ച് ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ ഒരു 3 മാസങ്ങളിൽ ഏതെങ്കിലും, മിക്കവാറും ഒക്ടോബറിൽ തന്നെയായിരിക്കും എക്സാമിനേഷൻ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് 8 മാസം കൊണ്ട് പഠിക്കാനായിട്ട് എപ്പോഴും നേരത്തെ നമ്മൾ പഠിച്ചു തീർക്കുക. നമ്മൾ എക്സാമിനേഷൻ അങ്ങ് ഡേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വന്നിട്ട് പഠിക്കുന്ന ആളുകളുണ്ട് അല്ലേ. അപ്പോൾ അതിന് പകരം നേരത്തെ പഠിച്ചു തീർക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ റിവൈസ് ചെയ്യാനും റീകോൾ ചെയ്യാനും ടൈം കിട്ടുള്ളൂ. നിങ്ങൾക്ക് കുറേ പഠിക്കാനുണ്ട് അല്ലേ. നമ്മുടെ ഈ പഴയ സിലബസ് പോലെ ആയിരിക്കില്ല, പുതിയ സിലബസ് വരുമ്പോഴത്തേക്കും കുറേ ഉണ്ടാവും. അതുപോലെ തന്നെ MSc ലെവൽ എക്സാമിനേഷനാണ്. പഠിക്കുന്നതൊക്കെ ഡീപ്പായിട്ടുള്ള ഒരു ലേണിംഗ് ആവശ്യമാണ്. നമുക്ക് കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. റീസെൻ്റായിട്ട് നടത്തിയ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ MSc ലെവൽ എക്സാമിനേഷൻ അത് കുറച്ച് കട്ടിയായിട്ടുള്ള, കുറച്ച് ഡിഫിക്കൽട്ട് ലെവൽ എക്സാമിനേഷൻ ആയിരുന്നു. നമുക്കെപ്പോഴും ഡിഫിക്കൽട്ട് ലെവൽ എക്സാമിനേഷൻ നല്ലതാണ്. ഡിഫിക്കൽട്ട് ലെവൽ എക്സാമിനേഷൻ ആകുമ്പോഴത്തേക്കും എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത സ്റ്റുഡൻസാണ് കയറാൻ സാധ്യത. ഓക്കെ, അല്ലാതെ ചിലവരുണ്ടല്ലോ എക്സാമിന്, അതായത് ചുമ്മാ എക്സാമിനേഷൻ എഴുതാൻ പോയി കിട്ടിയ ആളുകളൊക്കെ ഉണ്ടല്ലോ, ആ രീതിയിലുള്ള ആളുകളൊന്നും കയറില്ല. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ മാത്രമായിരിക്കും ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ ഇച്ചിരി ടഫായിട്ടുള്ള എക്സാമിനേഷൻ ആണെങ്കിൽ. ഈസി മോഡൊക്കെ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയില്ല, കാരണം MSc ലെവൽ എക്സാമിനേഷൻ ആയതുകൊണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് നല്ല ഡീപ്പായിട്ട് പഠിക്കുക. സൈപ്രോ കോഴ്സ് അവൈലബിൾ ആണ്. JSOടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് കറക്റ്റായിട്ട് ടെസ്റ്റ് സീരീസൊക്കെ ചെയ്ത് പഠിക്കാനായിട്ട് 9048900045 കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടെസ്റ്റ് സീരീസ്, അതിലുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു ദിവസം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഹൈലി എഫക്റ്റീവായിരിക്കും. അതായത് നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ പറ്റി കൂടുതൽ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ്. അപ്പോൾ മാത്രമാണ് അതിനെപ്പറ്റി നമ്മൾ ഡീപ്പായിട്ടൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുള്ളൂ. അതിനെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളും ഡൗട്ടുകളും അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് കൂട്ടും. അപ്പം ആ രീതിയിൽ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മുടെ സൈപ്രോ കോഴ്സുകൾ അവൈലബിൾ ആണ്. സൈപ്രോ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ് നിങ്ങളുടെ JSO കോഴ്സിൻ്റെ ഒപ്പം. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 9048900045 കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇന്ന് നമുക്ക് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജിയുടെ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ്സാണ്. അത് നമുക്ക് പഠിക്കാം. റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി ഇത് നേരത്തെ സിലബസ് ആണ്. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതലുണ്ടാവും പുതിയ സിലബസ് വരുമ്പോഴത്തേക്കും. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ മൈക്രോബയോളജി അതുപോലെയുള്ള ബയോകെമിസ്ട്രി സ്റ്റുഡൻസിനൊക്കെ ഏകദേശം ഐഡിയ ഉണ്ടാവും. MLT പഠിച്ചവർക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, RDNA ടെക്നോളജി പഠിക്കാം. RDNA ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്? റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി. ഇത് തന്നെയാണ് ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നത്? ജനറ്റിക് എഞ്ചിനീയറിംഗ്, ജീൻ ക്ലോണിംഗ്, മോളിക്കുലാർ ക്ലോണിംഗ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ RDNA ടെക്നോളജി തന്നെയാണ് കേട്ടോ. അപ്പോൾ ആരാണിത് കൊണ്ടുവന്നത്? ബോയർ ആൻഡ് കോഹൻ എസ്റ്റാബ്ലിഷ് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി. നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. റീകോമ്പിനൻറ്റ് ഇൻസുലിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോർമോണാണ് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമുക്ക് ഫസ്റ്റ് ഈ ഏത് ജീനാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യണതെന്ന് മനസ്സിലാവണം. അപ്പോൾ പറയാം, നമുക്കൊരു DNA സ്ട്രാൻഡ്, അതായത് നമ്മുടെ ജീൻ. ഓക്കെ, അപ്പോൾ അതിൽ ഏത് റീജിയനാണ് എന്ത് പറയാം ഈ ജീൻ കോഡ് ചെയ്യുന്നത്? ഏത് ജീൻ? നമ്മുടെ ഇൻസുലിൻ്റെ ജീൻ കോഡ് ചെയ്യുന്നത് ഒരു പ്രത്യേക ഏരിയ എന്ന് ഓർത്തോ. അപ്പോൾ നമുക്ക് ഈ ഏരിയ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഇൻസുലിൻ കോഡ് ചെയ്യുന്ന ആ ഏരിയ നമ്മളിവിടുന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ കട്ട് ചെയ്തു. അതായത് ഇൻസുലിൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ, നമ്മുടെ ടൈപ്പ് 1 ടൈപ്പ് 2 ഡിസീസസ് ഉണ്ടല്ലോ, ഡയബറ്റീസ് ഡിസീസിൽ എന്ത് ചെയ്യണം? നമുക്ക് ഇൻസുലിൻ ഇഞ്ചെക്റ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഈ റീകോമ്പിനൻറ്റ് ഇൻസുലിൻ പ്രിപ്പയർ ചെയ്യുന്നത്? ഇത് റീകോമ്പിനൻറ്റ് DNA
ടെക്നോളജി വഴിയും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളെന്താ നമ്മുടെ ജീൻ. ഓക്കെ, അതിൽ നമ്മുടെ ഈ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏരിയ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. നമുക്ക് ഈ ഏരിയ മാത്രം മതി അല്ലേ എടുക്കാനായിട്ട്. അത് കഴിഞ്ഞ ശേഷം ഇതിനെ എങ്ങോട്ട് എടുക്കണം, നമ്മൾ ഈ ഏരിയ കട്ട് ചെയ്തു. ഓക്കെ, കട്ട് ചെയ്തെടുത്ത നമ്മുടെ ഈ ഇൻസുലിൻ ഈ ഏരിയ അല്ലേ, ഈ സീക്വൻസ് നമുക്ക് ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഹോസ്റ്റായിട്ട് എടുക്കുന്നത് ആരാ, എപ്പോഴും നമ്മൾ ബാക്ടീരിയ അല്ലേ. മോളിക്കുലാർ ബയോളജിയിൽ എപ്പോഴും നമ്മൾ എടുക്കുന്ന മോഡൽ ഓർഗാനിസം ആരാണ്, എസ്ചെറിഷ്യ കോളി. ഓക്കെ, അപ്പോഴത്തേക്കും ഇതിലാണ് നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഈ ബാക്ടീരിയയുടെ ഉള്ളിട്ട് കയറ്റണ്ടേ. എങ്ങനെയാണ്, നമ്മൾ ഇൻസെക്റ്റൊക്കെ ഒരു ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ അവരെ പറയണേ അല്ലേ, വെക്റ്റർ അല്ലേ. ഒരു സ്ഥലത്തുനിന്ന് ആ പാരസൈറ്റിനെ എടുത്ത് അടുത്ത ആൾക്ക് കൊണ്ടേ കൊടുക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് കുടിക്കുമ്പോഴത്തേക്കും നമ്മളിലേക്ക് ആ പാരസൈറ്റ് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു വെക്റ്റർ ആവശ്യമുണ്ട്. അപ്പോൾ വെക്റ്ററായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, പ്ലാസ്മിഡ് യൂസ് ചെയ്യാം. ഓക്കെ, വെക്റ്ററായിട്ട്. ഓക്കെ, പല രീതിയിലുണ്ട്, വെക്റ്റർ, ഫേജും അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ വെക്റ്റർ ഉണ്ട്. ഈ വെക്റ്ററിൽ ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനൊക്കെ ഉണ്ട് കേട്ടോ. റെപ്ലിക്കേഷൻ ജീൻസും അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ്, പിന്നെ റെസ്ട്രിക്ഷൻ സൈറ്റ്സ്. ഇതിനെ മുറിക്കാണ്ടേ നമുക്കിത് കയറ്റണമെങ്കിൽ ഇവനെയും അല്ലേ നമുക്ക് ഈ വെക്റ്ററിനെയും കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യണ എൻസൈമിന് എന്താ നമ്മൾ പറയണത്, ഈ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യണ എൻസൈമിന് നമ്മൾ പറയുന്ന പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ വെക്റ്ററിൻ്റെ ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഇപ്പുറത്തോട്ട് വെച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ വെക്റ്ററിനെ നമ്മൾ മോഡിഫൈ ചെയ്തു. അപ്പോൾ വെക്റ്ററിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ട്, വെക്റ്ററിൽ അല്ലേ പ്ലാസ്മിഡിൻ്റെ കുറേ ഭാഗങ്ങൾ, അതായത് ഈ ജീൻ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് വേണ്ട കുറേ റീജിയനും, പിന്നെ എന്തും കൂടെ ഉണ്ട്, നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റും കൂടെ ഉണ്ട് അല്ലേ. നമ്മുടെ ജീൻ ഇതാണ് നമുക്ക് ഈ എസ്ചെറിഷ്യ കോളിയായിട്ട് കൊടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇത് എന്ന് പറയുന്നത് എന്താണ്, വെക്റ്റർ പ്ലസ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള ജീൻ. അപ്പോൾ ഈ വെക്റ്റർ പ്ലസ് ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീകോമ്പിനൻറ്റ് DNA മോളിക്യൂൾ. കണ്ടോ, റീകോമ്പിനൻറ്റ് DNA മോളിക്യൂൾ. വെക്റ്റർ പ്ലസ് ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീകോമ്പിനൻറ്റ് DNA മോളിക്യൂൾ. മനസ്സിലായോ? ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ജീൻ പ്ലസ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, ഈ വെക്റ്റർ പ്ലസ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എങ്ങോട്ടാണ് ഇടുന്നത്, ഇതിനെ നമ്മൾ ഒരു ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നു അല്ലേ. ട്രാൻസ്ഫോർമേഷൻ, അതായത് ഈ ബാക്ടീരിയ ഈ മോളിക്യൂൾ അല്ലേ, റീകോമ്പിനൻറ്റ് DNA മോളിക്യൂളിനെ എടുക്കുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്താണ് നമ്മൾ പറയുന്നത്, ട്രാൻസ്ഫോർമേഷൻ. കണ്ടോ? പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും എന്താ, ബാക്ടീരിയ കുറേ സിന്തസൈസ് ചെയ്തോളും അല്ലേ. നമ്മുടെ ബാക്ടീരിയ എങ്ങനെയാണ്, അവർ മൾട്ടിപ്ലൈ ചെയ്യും. അതുപോലെ ഇവിടെ എന്താ, റെപ്ലിക്കേഷനൊക്കെ നടന്ന് കുറേ അധികം ഇൻസുലിൻ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ആ ഇൻസുലിനെ പ്യൂരിഫൈ ചെയ്തെടുത്താൽ മതി. അതായത് ഒന്ന് ഇവരിൽ എന്തൊക്കെ നടക്കും, റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ജീൻ കുറേ സിന്തസൈസ് ചെയ്യും. പിന്നെ എന്താണ്, ഇവരുടെ സെൽ ഡിവിഷൻ നടക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, കുറേ ഇൻസുലിൻ കിട്ടും. പിന്നെ അത് പ്യൂരിഫൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഇൻസുലിൻ്റെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. ഇതുപോലെ ഇഷ്ടംപോലെ പ്രോഡക്റ്റ്, നമുക്ക് ഇഷ്ടംപോലെ പ്രോട്ടീൻസും അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് പ്യൂരിഫൈ ചെയ്തെടുക്കാം റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി വഴി. ഓക്കെ, ഇപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാമല്ലോ, എന്താണ് കൺസ്ട്രക്ഷൻ ഓഫ് റീകോമ്പിനൻറ്റ് DNA മോളിക്യൂൾ. എങ്ങനെയാണ് നമ്മൾ ഈ റീകോമ്പിനൻറ്റ് മോളിക്യൂളിനെ കൺസ്ട്രക്റ്റ് ചെയ്യണമെന്ന് നമ്മൾ നോക്കുവാണ്. കണ്ടോ, ഈ കാണിച്ചേക്കുന്നത് എന്താണ്, വെക്റ്റർ. ഈ കാണിച്ചേക്കുന്നത് വെക്റ്റർ.
ഇതെന്താണ്? നമ്മുടെ ഫ്രാഗ്മെൻറ്റ് ഓഫ് DNA. നമുക്ക് ആവശ്യമുള്ള DNA ഫ്രാഗ്മെൻറ്റ് നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് ഇഷ്ടമുള്ളൊരു റീജിയൻ, ആ റീജിയനാണ് നമ്മൾ ഈ വെക്റ്ററിൻ്റെ ഉള്ളിലിട്ട് കയറ്റി നമുക്ക് ഇവിടെയാണ് എന്തിരിക്കുന്നത്? നമ്മുടെ പ്രോഡക്റ്റ് അല്ലേ, നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് സിന്തസൈസ് ചെയ്യുന്ന ജീനാണ് ഈ ഫ്രാഗ്മെൻറ്റ് ഓഫ് DNA. അത് നമ്മൾ കണ്ടോ ഇവിടെ കയറ്റി. അപ്പം നമ്മളിവിടെ ഇതിനെ മുറിക്കാനായിട്ട് എന്താ യൂസ് ചെയ്യുന്നത്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അത് കഴിഞ്ഞ് ഈ മുറിവ് സീൽ ചെയ്യാൻ എന്താ ചെയ്യണത്? നമ്മൾ ലൈഗേസ് കൂട്ടിച്ചേർക്കാൻ യൂസ് ചെയ്യുന്ന എൻസൈം എന്താണ്? ലൈഗേസ്. ഓക്കെ, സീൽ ചെയ്യാൻ ലൈഗേസ്, മുറിക്കാൻ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇവിടെ കണ്ടല്ലോ റീകോമ്പിനൻ്റ് DNA മോളിക്യൂൾ, ഇത് നമ്മുടെ ബാക്ടീരിയ അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ, അതായത് നമ്മുടെ റീകോമ്പിനൻ്റ് DNA മോളിക്യൂളിനെ നമ്മൾ ഈ ബാക്ടീരിയയുടെ ഉള്ളിട്ട് കയറ്റുന്നു. എന്താണ്? ട്രാൻസ്പോർട്ട് ഇൻ ടു ദ ഹോസ്റ്റ് സെൽ. നമ്മൾ ബാക്ടീരിയനെ എന്താ പറയുന്നത്? ഹോസ്റ്റ് അല്ലേ. അപ്പോൾ ഈ ബാക്ടീരിയയിൽ എന്ത് കയറി? ഇപ്പോൾ റീകോമ്പിനൻ്റ് DNA മോളിക്യൂൾ ബാക്ടീരിയയുടെ ഉള്ളിട്ട് കയറി. റീകോമ്പിനൻ്റ് DNA മോളിക്യൂൾ ബാക്ടീരിയയുടെ ഉള്ളിട്ട് കയറി. അത് കഴിഞ്ഞ ശേഷം എന്താ സംഭവിക്കുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റീകോമ്പിനൻ്റ് DNA മോളിക്യൂൾ ഇൻസൈഡ് ദ ബാക്ടീരിയ. കണ്ടോ, ഈ റീകോമ്പിനൻ്റ് DNA മോളിക്യൂൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ എന്തും കൂടി മൾട്ടിപ്ലൈ ചെയ്യും? നമ്മുടെ ജീനും കൂടി എന്ത് ചെയ്യും? മൾട്ടിപ്ലൈസ്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം എന്താ സംഭവിക്കുന്നത്? പിന്നെ എന്താണ്? സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ട് അല്ലേ. റെപ്ലിക്കേഷൻ, അത് കഴിഞ്ഞ് സെൽ ഡിവിഷൻ. കണ്ടോ ഇവിടെ എന്താണ്? സെൽ ഡിവൈഡ് ചെയ്തു അല്ലേ. ഇത് എന്താണ്? ഒരു കുറേ ഇങ്ങനെ സെല്ല് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ. ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞ ശേഷം എന്താ? നമുക്കൊരു ബാക്ടീരിയൽ ക്ലോൺ കിട്ടുന്നു. ഓക്കെ, നമ്മൾ പ്ലേറ്റ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞിട്ട് എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ പ്ലേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താ? നമുക്ക് ബാക്ടീരിയൽ കോളനീസ് ഗ്രോയിങ് ഓൺ സോളിഡ് മീഡിയം. ഇനി ഇതിൽ നമുക്ക് ഈ വളർന്നേക്കുന്ന ബാക്ടീരിയയിൽ ജീൻ കയറിയിട്ടുണ്ടോ, ജീൻ കയറിയിട്ടില്ലേ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പല പല ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ഏതിലാണ് അല്ലേ. നമ്മുടെ എക്സ്പെരിമെൻറ്റ് ചിലപ്പോൾ എന്താ ഫെയിലാകും. ചില ബാക്ടീരിയയിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? വെക്റ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഇവരതെന്താ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇവരെന്താ ചെയ്യുന്നത്? ഈ DNA ട്രാൻസ്പോർട്ട് ഇൻ ടു ദ ബാക്ടീരിയൽ സെൽ അല്ലേ. അപ്പോൾ അതായത് ഈ നമുക്ക് പറയാം, ഈ ബാക്ടീരിയ ഈ DNA എടുക്കുന്ന പ്രോസസ്സിന് നമ്മൾ എന്താ പറയുന്നത്? ട്രാൻസ്ഫോർമേഷൻ. കറക്റ്റ് റീകോമ്പിനൻ്റ് മോളിക്യൂളിനെ തന്നെ എടുത്താലാണ് എന്താ നമ്മുടെ കറക്റ്റായിട്ടുള്ള എക്സ്പെരിമെൻ്റ് ഒക്കെ നടക്കുകയുള്ളൂ അല്ലേ. റീകോമ്പിനൻ്റ് മോളിക്യൂളിനെ തന്നെ എടുക്കണം. ചില സമയത്ത് എന്ത് പറ്റും? ജീൻ ഫ്രാഗ്മെൻറ്റ് മാത്രം എടുക്കും. ചിലപ്പോൾ എന്ത് പറ്റും? വെക്റ്റർ മാത്രം എടുക്കും അല്ലേ. അപ്പോൾ കറക്റ്റായിട്ടുള്ള ക്ലോൺ ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവിടെ ഈ പിക്ചർ കാണാം. വെക്റ്റർ പല രീതിയിലുള്ള അല്ലേ, പല ഇതുണ്ട്. അതുപോലെ DNA ഫ്രാഗ്മെൻറ്റും ഉണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഈച്ച് വെക്റ്റർ ക്യാരീസ് എ ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് മൂന്ന് കളറാണെങ്കിൽ ഇത് നമ്മൾ ഗ്രീൻ കൊടുത്തു, അടുത്തത് ബ്ലൂ കൊടുത്തു, അടുത്തത് പിങ്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതേതാ? പിങ്ക്. ഇതേതാ? ഫസ്റ്റത്തെ നമ്മൾ ഗ്രീൻ കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ബ്ലൂ കൊടുത്തു. അതായത് പല പല DNA ഫ്രാഗ്മെൻറ്റ് വെക്റ്റേഴ്സ്. ഈച്ച് ക്യാരീസ് ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ബാക്ടീരിയ പ്ലേറ്റ് ഔട്ട്. അപ്പോൾ എന്ത് പറ്റും? നമുക്ക് ഓരോന്നിലും ഓരോ ആൾക്കാരായിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കളർ എങ്ങനെയാണ് കൊടുത്തത്? ഇത് ബ്ലൂ കൊടുത്തു അല്ലേ. ഇതിൽ ഈ ഫ്രാഗ്മെൻ്റ് ആയിരിക്കും കയറിയേക്കുന്നത്. ഫസ്റ്റത്തേൽ ഗ്രീൻ ആയിരിക്കും. Okay, each colony contains multiple copies of just one recombinant DNA molecule. എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്? നമുക്ക് എന്ത് ചെയ്യണം? ടു ഒബ്റ്റെയിൻ ലാർജ് കോപ്പീസ് അല്ലേ, കുറേ കിട്ടണം നമുക്ക്. ലാർജ് കോപ്പീസ് ഓഫ് സ്പെസിഫിക് DNA ഫ്രാഗ്മെൻറ്റ്. ഓക്കെ, ടു ഒബ്റ്റെയിൻ ലാർജ് കോപ്പീസ് ഓഫ് സ്പെസിഫിക് DNA ഫ്രാഗ്മെൻറ്റ്. ഇനി എന്തൊക്കെയാണ് RDNA ടെക്നോളജിക്ക് വേണ്ട ബേസിക് റിക്വയർമെൻറ്റ്? നമുക്ക് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വേണം. എന്തിന്? കട്ട് ചെയ്യാനായിട്ട്. പിന്നെ അതിനെ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് എന്ത് വേണം? ലൈഗേസ് വേണം. പിന്നെ എന്താണ്? വെക്റ്റർ വേണം, സ്യൂട്ടബിൾ ഹോസ്റ്റ് വേണം. പിന്നെ അഡീഷണൽ കുറേ എൻസൈംസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്, T4 പോളിന്യൂക്ലിയോടൈഡ് കൈനേസ്, S1 ന്യൂക്ലിയേസ്, ക്ലിനോഫ്രാഗ്മെൻറ്റ്, ലാംഡ എക്സോന്യൂക്ലിയേസ്, E. coli exonuclease 3, exonuclease BAL31,
ഓക്കെ, ടെർമിനൽ ഡിയോക്സി ന്യൂക്ലിയോടൈഡൽ ട്രാൻസ്ഫറൈസ്, ലിങ്കർ, അഡാപ്റ്റർ, ഇതൊക്കെ നമ്മുടെ ടൂൾസാണ്, ടൂൾസ് ഫോർ rDNA. ഇനി നമുക്ക് DNA മാനിപ്പുലേറ്റീവ് എൻസൈംസ്. ഇവർ 4 പേരാണുള്ളത്. എന്തൊക്കെയാണ് അവരുടെ പേര്? ന്യൂക്ലിയേസസ്, ഓക്കെ, ലൈഗേസസ്, പിന്നെ എന്താണ് നമ്മുടെ സ്വന്തം പോളിമറൈസസ്, ഓക്കെ, പിന്നെ DNA മോഡിഫയിങ് എൻസൈംസ്. ഇങ്ങനെ 4 പേരാണുള്ളത്. ഓക്കെ, ന്യൂക്ലിയേസസ്, ലൈഗേസസ്, പോളിമറൈസ്, പിന്നെ മോഡിഫയിങ് എൻസൈംസ്. അപ്പോൾ നമുക്ക് പറയാം NLPM. ഇതിനെന്ത് നമുക്ക് പറയാം? NLPM എന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. ന്യൂക്ലിയേസ്, ലൈഗേസ്, പോളിമറൈസ് ആൻഡ് മോഡിഫയിങ് എൻസൈംസ്. അതായത് നമുക്ക് കുറേ ആൾക്കാർ വേണം ഈ റെസ്ട്രിക്ഷൻ ഒക്കെ ചെയ്യാനായിട്ടും. പല കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്, കട്ട് ചെയ്യാനും ജോയിൻ ചെയ്യാനും, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരാൾ മിസ്സായിട്ടുണ്ടെങ്കിൽ ഫില്ല് ചെയ്യാൻ, പിന്നെ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ വരുത്താനൊക്കെ ഒത്തിരി എൻസൈംസ് വേണം. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ന്യൂക്ലിയേസസ് പഠിക്കാം. ന്യൂക്ലിയേസസ് പേര് കേട്ടാൽ നിങ്ങൾക്കറിയാലോ, നമ്മൾ DNA ന്യൂക്ലിയേസസ് അല്ലേ, RNA ന്യൂക്ലിയേസസ്, ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മുടെ DNA ന്യൂക്ലിയേസസ്, അതായത് DNAs എന്ന് പറയുന്നത് എന്താണ്? DNA കട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ RNAs എന്താ ചെയ്യുന്നത്? RNA ക്ലീവ് ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ ഡ്യൂട്ടി എന്താണ്? കട്ട് ചെയ്യുന്നു അല്ലേ. നമുക്ക് പറയാം ബ്രേക്ക് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. ഓക്കെ, ഇവർ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ബ്രേക്ക് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. ഇനി നമുക്ക് ന്യൂക്ലിയേസസ് 2 രീതിയിലുണ്ട്. ഓക്കെ, അറ്റം കട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയും? എക്സോന്യൂക്ലിയേസസ്. ഓക്കെ, അതായത് അറ്റം എക്സോ കേട്ടോ. ഇനി നടുക്ക് വന്ന് അല്ലെങ്കിൽ ഉള്ളിൽ കട്ട് ചെയ്യുന്ന ആൾക്കാരെ എന്താ നമ്മൾ പറയുന്നത്? എൻഡോന്യൂക്ലിയേസസ്. മനസ്സിലായല്ലോ? അപ്പോൾ ന്യൂക്ലിയേസസ് ആർ ഓഫ് 2 ടൈപ്സ്, എക്സോന്യൂക്ലിയേസസ് ആൻഡ് എൻഡോന്യൂക്ലിയേസസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സോന്യൂക്ലിയേസസ് എന്താണ്? അറ്റം കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യുന്ന ബോണ്ട് ഏതാണ്? ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. ഇവിടെയൊക്കെയുള്ള എന്താണ്? നമ്മുടെ ന്യൂക്ലിയോടൈഡ്സ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഈ റൗണ്ടിൽ വരച്ചേക്കുന്നത് എന്താണ്? നമ്മുടെ ന്യൂക്ലിയോടൈഡ്സ്. ഓക്കെ, അപ്പോൾ ഈ നടുക്കുള്ള ബോണ്ട് എന്താണ്? ഹൈഡ്രജൻ ബോണ്ട്. ഈ നമ്മളിവിടെ നിങ്ങൾക്ക് കാണാമല്ലോ, ഇവിടെ ജോയിൻ ചെയ്യിപ്പിച്ചേക്കുന്ന ബോണ്ട് ഏതാണ്? ഈ ബോണ്ട് എന്താണ്? ഇതാണ് നമ്മുടെ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. ഇതാണ് ആര് കട്ട് ചെയ്യുന്നത്? നമ്മുടെ എക്സോന്യൂക്ലിയസ്. കണ്ടോ, ഇവിടെ കട്ട് ചെയ്തു, അതുപോലെ തന്നെ ഇവിടെയും കട്ട് ചെയ്തു, എക്സോന്യൂക്ലിയസ്. അപ്പോൾ ഇത് നമ്മുടെ എക്സോന്യൂക്ലിയസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. എക്സോന്യൂക്ലിയസ് കണ്ടോ, ഒരു അറ്റമാണ് കട്ട് ചെയ്യുന്നത്, എൻഡ് കണ്ടോ, ഇത് കട്ട് ചെയ്ത് പോകുന്നത് കണ്ടോ. അത് കഴിഞ്ഞ് അടുത്ത ഫ്രാഗ്മെൻറ്റിനെ കട്ട് ചെയ്യും, അത് കഴിഞ്ഞ് പോയി അടുത്തത് കട്ട് ചെയ്ത്, അത് ഓരോ അറ്റത്തുള്ള രണ്ടെണ്ണത്തിന് എന്താ ഇവർ ക്ലീവ് ചെയ്ത് വിടുവാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ എക്സോന്യൂക്ലിയസ്. ഇനി എക്സോന്യൂക്ലിയസ് 2 രീതിയിലുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്? 2 പേരുണ്ട്. ഓക്കെ, BAL31, അതുപോലെ തന്നെ എക്സോന്യൂക്ലിയസ് 3. 2 പേരുടെ എക്സാമ്പിൾ നമുക്ക് ആദ്യം പഠിക്കാം. എക്സോന്യൂക്ലിയസ് 3യും അതുപോലെ തന്നെ ഏതാണ്? BAL31. ഇവർ രണ്ടുപേരും എന്താ ചെയ്യുന്നത്? 2 പേരും നിങ്ങൾക്ക് കാണാം. നമുക്ക് ആദ്യം ഇതൊന്ന് ലേബിൾ ചെയ്യാം. ഇതെന്താ? 5', ഇത് 3'. ഇതെന്താണ്? 5', ഇത് 3'. അപ്പോൾ BAL31 എവിടെ നിന്നാണ് കട്ട് ചെയ്യുന്നത്? ഈ അറ്റത്തുനിന്ന് 2 സൈഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, അതിനൊരു എക്സാമ്പിൾ. 2 സൈഡിൽ നിന്നും ഒന്നിച്ച് റിമൂവ് ചെയ്യുന്നു. അതായത് BAL31 റിമൂവ്
nucleotides from both strands of double stranded molecule. ഓക്കെ, പക്ഷേ നെക്സ്റ്റ് പിക്ചറിൽ നിങ്ങൾക്ക് കാണാം എന്താണ്, നമ്മുടെ എക്സോന്യൂക്ലിയേസ് 3 എന്നുള്ള പേര് നോക്കുക. ഓക്കെ, ഈ 3 എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ അവരെന്തായിരിക്കും, ഇത് 5 പ്രൈം, ഇത് 3 പ്രൈം. ഓക്കെ, ഇത് 5 പ്രൈം ആൻഡ് ഇത് 3 പ്രൈം ഉണ്ട്. അപ്പോൾ ഏത് എൻഡിൽ നിന്നാണ് ഇവർ മാറ്റുന്നത്, ഇവർ ഏത് എൻഡിൽ നിന്നാണ് കട്ട് ചെയ്യണത്, കണ്ടോ 3 പ്രൈം എൻഡിൽ നിന്നാണ് ഒരെണ്ണം പോണത്. കണ്ടോ, നമ്മുടെ ന്യൂക്ലിയോടൈഡ് ഈ റൗണ്ട് 3 പ്രൈം എൻഡിൽ നിന്നാണ് കട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ 3 പ്രൈം എൻഡിൽ നിന്ന് മാത്രം കളയുന്ന ആളുടെ പേരെന്താണ്, എക്സോന്യൂക്ലിയേസ് 3. അപ്പോൾ എക്സോന്യൂക്ലിയേസ് 3 എന്ന് പറയുന്നത് റിമൂവ് ഫ്രം ന്യൂക്ലിയോടൈഡ്, റിമൂവ് ഫ്രം എവിടെ നിന്നാണ്, 3 പ്രൈം എൻഡ് ഓൺലി. ഓക്കെ, 3 പ്രൈം എൻഡിൽ നിന്ന് മാത്രമാണ് ആര് റിമൂവ് ചെയ്യുന്നത്, നമ്മുടെ എക്സോന്യൂക്ലിയേസ് 3. അപ്പോൾ BAL31 അതായത് BAL31 എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ BAL31 എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ഓക്കെ, അത് എവിടെ നിന്നൊക്കെയാണ് റിമൂവ് ചെയ്യണത്, 2 സൈഡിൽ നിന്നും ഒന്നിച്ച്, ബോത്ത് സ്ട്രാൻഡ് ഓഫ് ഡബിൾ സ്ട്രാൻഡ്. റിമൂവ് ന്യൂക്ലിയോടൈഡ്സ് ഫ്രം ബോത്ത് സ്ട്രാൻഡ് ഓഫ് ഡബിൾ സ്ട്രാൻഡഡ് മോളിക്യൂൾ. അപ്പോൾ 5' ഇല്ലേ, അല്ലേ, സംശയം വരും നിങ്ങൾക്ക്. 3 പ്രൈമിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് 5 പ്രൈമിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ആൾക്കാരെ വേണമല്ലോ. 5 പ്രൈമിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ആൾക്കാരുടെ പേരാണ് ലാംഡ എക്സോന്യൂക്ലിയേസ്. ഓക്കെ, അപ്പോൾ ലാംഡ എക്സോന്യൂക്ലിയേസ് എവിടെ നിന്നാണ് റിമൂവ് ചെയ്യുന്നത്, 5 പ്രൈമിൽ നിന്ന്. ഓക്കെ, റിമൂവ് ഫ്രം 5 പ്രൈം, 5 പ്രൈം എൻഡ്. ഇത് മാറിപ്പോകാൻ സാധ്യതയില്ല അല്ലേ. അപ്പം നമുക്ക് പറയാം 3 പ്രൈം എന്ന് പറയുന്നത് എന്താണ്, എക്സോന്യൂക്ലിയേസ് 3 പ്രൈം. ഇനി ലാംഡ എക്സോന്യൂക്ലിയേസ് എന്താണ്, റിമൂവ് ഫ്രം 5 പ്രൈം. ഇനി BAL31 എന്ന് പറയുന്നത് എവിടെ നിന്നാണ്, 2 സൈഡിൽ നിന്നും റിമൂവ് ചെയ്യുന്നു. ഇനി നമുക്ക് എൻഡോന്യൂക്ലിയേസ്. എൻഡോന്യൂക്ലിയേസ് എന്ന് പറയുന്നത് എന്താ, എൻഡോ അകത്ത് അല്ലേ, അവർ ക്ലീവ് ഇൻസൈഡ് അല്ലേ, ഇൻസൈഡാണ് അവർ ക്ലീവ് ചെയ്യുന്നത്. എൻഡോന്യൂക്ലിയേസ് കണ്ടോ, അകത്തൊരു കട്ട്, ഫസ്റ്റ് ഇവിടെ കട്ട് ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് എവിടെയാണ് അവർ കട്ട് ചെയ്യാൻ പോകുന്നത്, ഇവിടെ കട്ട് ചെയ്യാൻ പോകും സെക്കൻഡ് കട്ട്. ഓക്കെ, കണ്ടോ, അങ്ങനെ എന്തായി, ഡീഗ്രേഡായി മിക്കതും. എൻഡോന്യൂക്ലിയേസ് ഇൻറ്റേർണൽ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടാണ് ഇവർ കട്ട് ചെയ്യുന്നത്. നമ്മൾ എക്സോ എന്ന് പറയുന്നത് എന്താണ്, എക്സ്റ്റേണൽ അറ്റത്തുള്ളത്. 2നെയും ഒന്നിച്ച് കട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, 5 പ്രൈം കട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, 3 പ്രൈം കട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരെന്താണ്, ഇൻറ്റേർണലി ആണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എൻഡോന്യൂക്ലിയേസ് എന്ന് പറയുന്നത് എന്താണ്, റിമൂവ് ന്യൂക്ലിയോടൈഡ്സ് എവിടെ നിന്നാണ്, നമുക്ക് പറയാം ബ്രേക്ക് ഇൻറ്റേർണൽ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്, ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് പഠിക്കാം. ഫസ്റ്റ് വരുന്ന ആൾക്കാരാണ് S1 ന്യൂക്ലിയേസസ്. ഓക്കെ, S1 ന്യൂക്ലിയേസസ് ഇവരെന്താണ്, ഇവരുടെ പ്രത്യേകത എസ് എന്നുള്ളത് ഓർത്താൽ മതി. ഇവരെന്താണ്, ഇവർ സിംഗിൾ സ്ട്രാൻഡഡ് ആൾക്കാരെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, സിംഗിൾ സ്ട്രാൻഡഡ് ആൾക്കാരെയാണ് ക്ലീവ് ചെയ്യുന്നത്. ഇവിടെ ഈ പിക്ചറിൽ കാണാലോ, സിംഗിൾ സ്ട്രാൻഡഡ് ആൾക്കാരെ ക്ലീവ് ചെയ്ത് കളയുകയാണ്. ആര്, നമ്മുടെ S1 എൻഡോന്യൂക്ലിയേസ്. ഇനി ഈ പിക്ചർ കണ്ടോ, ഈ ഡബിൾ സ്ട്രാൻഡിൽ ഇവിടെ ഒരു നിക്കുണ്ട് ഓൾറെഡി. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ പോയി ബ്രേക്ക് ചെയ്യുന്ന ആളാരാണ്, S1 ന്യൂക്ലിയേസസ്. കണ്ടോ, അപ്പോൾ നമ്മൾ പറയും ഡബിൾ സ്ട്രാൻഡഡ് അല്ല ഇവർ. കണ്ടോ, ഏതെങ്കിലും ഒരു സൈഡിൽ ഇവിടെ പ്രശ്നമുള്ളൂ. കണ്ടോ, ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്, അപ്പുറത്തെ സൈഡിൽ പോയി കട്ട് ചെയ്യുന്ന ആൾക്കാരാരാ, S1 ന്യൂക്ലിയേസസ്. ഇവർ സിംഗിൾ സ്ട്രാൻഡഡിലാണ് അറ്റാക്ക് ചെയ്യുന്നത്. കണ്ടോ, പോയി ഇവിടെ ഓൾറെഡി നിൽക്കുന്നുണ്ട്, ഇവിടെ ഓൾറെഡി പൊട്ടിക്കിടക്കുമായിരുന്നു. കണ്ടോ, ഇത് ഓൾറെഡി പോയതാണ്, ഓൾറെഡി ഒരു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് എന്താ, സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ട് കിടക്കുവാണ്, അത് വന്ന് കട്ട് ചെയ്യും ആര്, S1 ന്യൂക്ലിയേസ്. ഇനി നമ്മുടെ DNAs എന്ന് പറയുന്നത് എന്താണ്, ഇവർക്ക് അങ്ങനെ അല്ലേ പ്രശ്നമൊന്നുമില്ല. ഇവർ സിംഗിൾ സ്ട്രാൻഡഡിനെയും ഡബിൾ സ്ട്രാൻഡഡിനെയും എല്ലാത്തിനെയും ബ്രേക്ക് ചെയ്യും.
DNA നമ്മുടെ DNA ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാർ. ഇത് സിംഗിൾ സ്ട്രാൻഡിൻ്റെ പിക്ചറാണ് ഈ കാണിച്ചേക്കുന്നത്. ഇവിടെ എന്താണ് ഇൻറ്റേർണലി അവർ ബ്രേക്ക് ചെയ്യുന്നു ഡബിൾ സ്ട്രാൻഡഡിൻ്റെ. ഇനി അടുത്തൊരു എൻഡോന്യൂക്ലിയസ് എന്താണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഇവർക്ക് എന്താ ബ്രേക്ക് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ടൊരു റെക്കഗ്നിഷൻ സൈറ്റ് അവിടെ വേണം അല്ലേ, റെക്കഗ്നിഷൻ സീക്വൻസ് അവിടെ ഉണ്ടാവണം. അതിന് മാത്രമേ ഇവർ പോയി കട്ട് ചെയ്യുള്ളൂ അല്ലേ. അത് നമുക്ക് പഠിക്കാം. ഇവർക്ക് ഇവിടെ ഒരു റെക്കഗ്നിഷൻ സീക്വൻസ് വേണം അല്ലേ. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വരാനായിട്ട് ഇവർക്കൊരു കറക്റ്റായിട്ടുള്ളൊരു സൈറ്റ് ഉണ്ട്, അവിടെ വന്ന് മാത്രമേ ഇവർ അറ്റാക്ക് ചെയ്യുള്ളൂ. നമുക്കിനി അടുത്തത് ലൈഗേസസ് പഠിക്കാം. ലൈഗേസസ് എന്താ ചെയ്യുന്നത്? റിപ്പയർ സിംഗിൾ സ്ട്രാൻഡഡ് ബ്രേക്ക്. അതുപോലെ ഒരു കാര്യം കൂടി ചെയ്യും, എന്താ? സിംഗിൾ സ്ട്രാൻഡഡ് മാത്രമല്ല, ജോയിനിങ് 2 molecules. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ ഒരു മിസ്സിങ് ആണ് ഇവിടെ ഏരിയ അല്ലേ, ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്, ഇവിടെ മിസ്സിങ് ആണ്. ഇവിടെയാണ് എന്ത് കൊടുക്കുന്നത്? നമുക്ക് ലൈഗേസ് ഒരു ഫോസ്ഫോഡയസ്റ്റർ മിസ്സിങ് ബോണ്ട് ഇവിടെ കൊടുക്കും. കണ്ടോ, എ മിസ്സിങ് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. ഇനി ലൈഗേസ് എന്ത് ചെയ്യും? 2 മോളിക്യൂൾ ആണെങ്കിലും അതിനും പ്രശ്നമൊന്നുമില്ല. ഒരാളാണെങ്കിലും 2 പേരാണെങ്കിലും ലൈഗേസ് എവിടെ പ്രശ്നം ഉണ്ടായാലും എന്താ അവിടെയൊക്കെ ജോയിൻ ചെയ്യും, ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് കൊടുക്കും. നമ്മൾ ലൈഗേസിനെ എന്താ പറയുന്നത്? മോളിക്യുലാർ ഗ്ലൂ അല്ലേ, മോളിക്യുലാർ ഗ്ലൂ. ഇത് എവിടേക്കുണ്ട്? നമ്മുടെ DNA റെപ്ലിക്കേഷനിലുണ്ട്. ഓക്കെ, DNA റെപ്ലിക്കേഷനിൽ ആരുണ്ട്? ലൈഗേസ് ഉണ്ട്. അതുപോലെ തന്നെ DNA റിപ്പയറിലുണ്ട്. ഓക്കെ, ഇതിലൊക്കെ നമ്മുടെ ലൈഗേസിന് മേജർ റോളുണ്ട്. മാമൽസിൽ 4 ടൈപ്സ് ഉണ്ട് ലൈഗേസ്, 1 to 4. ഇപ്പോൾ ഇതിൽ 1 ആണ് ആരെ ജോയിൻ ചെയ്യുന്നത്? നമ്മുടെ ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്. ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റിനെ ജോയിൻ ചെയ്യുന്ന ആൾ ലൈഗേസ് 1. അതുപോലെ തന്നെ 3 എവിടെയാണുള്ളത്? 3 നമ്മുടെ DNA റിപ്പയറിലുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? ബേസ് എക്സിഷൻ. ഓക്കെ, അതുപോലെ തന്നെ റീകോമ്പിനേഷനിലുണ്ട്. ഓക്കെ, 3. ഇനി 4 എവിടെയാണുള്ളത്? 4 ഉള്ളത് നോൺ ഹോമോലോഗസ് end joining of double stranded break repair. ഓക്കെ, ആൻറ്റിബോഡി ഇല്ലേ, നമുക്ക് പറയാം VDJ. ഓക്കെ, റീകോമ്പിനേഷൻ. വേറെ കളർ കൊടുക്കാം, VDJ റീകോമ്പിനേഷൻ. ആരാണുള്ളത്? 4. ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് പറയാം, എസ്ചെറിഷ്യ കോളൈ ലൈഗേസ് യൂസ് ചെയ്യുന്നത് എന്താണ്? അവരുടെ കോഫാക്ടറായിട്ട് NADയും അതുപോലെ തന്നെ T4 ലൈഗേസ് ATP ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഓർത്ത് വെച്ചോളണം കേട്ടോ. ഇനി അടുത്ത ആളെന്താ? DNA പോളിമറൈസസ്. DNA പോളിമറൈസിന് ഏതൊക്കെ ആക്ടിവിറ്റിയാണ് ഉള്ളത്? 5' 3' പോളിമറൈസ് ആക്ടിവിറ്റി ഉണ്ട്. അതാണ് അവർ സിന്തസൈസ് ചെയ്ത് പോകുന്നത് അല്ലേ. ഇത് നമ്മുടെ ബേസിക് റിയാക്ഷനാണ് ഈ കാണിച്ചേക്കുന്നത്. ഇതെന്താണ്? പ്രൈമർ. ഈ ATG എന്ന് കാണിച്ചേക്കുന്നത് എന്താണ്? പ്രൈമർ. കണ്ടോ? ഓക്കെ, ഇപ്പുറത്തത് എന്താണ്? ഇത് ടെംപ്ലേറ്റ്. അപ്പോൾ നമ്മുടെ DNA പോളിമറൈസ് എന്താ ചെയ്യുന്നത്? ഇവിടെ സിന്തസൈസ് ചെയ്ത് പോകുന്നു. കണ്ടോ? ഇവിടെ കണ്ടോ, പുതിയ സ്ട്രാൻഡ് വന്ന് കിടക്കുന്നത് കണ്ടോ? ഇതാണ് നമ്മുടെ DNA പോളിമറൈസ്. 5' 3' പോളിമറൈസ് ആക്ടിവിറ്റി. ബേസിക് റിയാക്ഷനാണ് കാണിച്ചേക്കുന്നത്. ഇനി DNA പോളിമറൈസ് 1-ന് എന്തൊക്കെ ആക്ടിവിറ്റി ഉണ്ട്? അത് ഓർത്തോളണം. ഇവിടെ ഒരു നിക്കുണ്ട്. ഓക്കെ, ഇവിടെ ഒരു നിക്കുണ്ട്. അപ്പോൾ ഈ നിക്ക് ഫില്ല് ചെയ്യണം.
DNA പോളിമറൈസ് 1-ന് 3 ആക്ടിവിറ്റി ഉണ്ട്. എന്തൊക്കെയുണ്ട്? 5 പ്രൈം 3 പ്രൈം പോളിമറൈസ് ആക്ടിവിറ്റി, 5 പ്രൈം 3 പ്രൈം എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി, 3 പ്രൈം 5 പ്രൈം എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി. 3 ആക്ടിവിറ്റി ഉള്ള ആളാണ് DNA പോളിമറൈസ് 1. ഇവിടെ ഒരു നിക്ക് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ DNA പോളിമറൈസ്? ആ നിക്ക് ഫില്ല് ചെയ്തു. കണ്ടോ ഇവിടെ ഈ CATT കണ്ടോ, ഇവിടെ നിക്ക് ആദ്യം ഫില്ല് ചെയ്തു. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തിട്ടു? CATT ഇട്ടു. ഇനി അത് കഴിഞ്ഞിട്ട് പുതിയത് സിന്തസൈസ് ചെയ്യണ്ടേ? അപ്പോൾ ഈ പഴയ ഇരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? അവരെ എടുത്ത് കളയണം. കണ്ടോ, അപ്പോൾ അവർ ഡീഗ്രേഡ് ചെയ്യണത് ഏതാണ് ആക്ടിവിറ്റി? ഡീഗ്രേഡ് ചെയ്യാൻ ഏതാ വേണ്ടത്? അറ്റം ഡീഗ്രേഡ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? 5 പ്രൈം 3 പ്രൈം എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി വേണം. ഓക്കെ, 3 പ്രൈം 5 പ്രൈം എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രൂഫ് റീഡിങ് ആക്ടിവിറ്റിയാണ്. നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് 5 പ്രൈം 3 പ്രൈം എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ അത് ഡീഗ്രേഡ് ചെയ്ത് കളയണം. എന്നിട്ട് ഡീഗ്രേഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്തു. നമ്മുടെ ഈ GCAT എന്നുള്ളത് എന്ത് ചെയ്യണം? ഇതിനെടുത്ത് കളയണം അല്ലേ? ഇതിനെടുത്ത് കളയണം. കണ്ടോ? എന്നിട്ട് പിന്നെ DNA പോളിമറൈസ് എന്ത് ചെയ്യും? ആ റീപ്ലേസ് ചെയ്ത സ്ട്രാൻഡിന് പകരം പുതിയതാളെ സിന്തസൈസ് ചെയ്തുകൊണ്ട് പോകും. ഇനി ക്ലീൻ ഓഫ് ഫ്രാഗ്മെൻറ്റ്. നമ്മുടെ അടുത്ത ആളെന്താണ്? ക്ലീൻ ഓഫ് ഫ്രാഗ്മെൻറ്റ്. ക്ലീൻ ഓഫ് ഫ്രാഗ്മെൻറ്റ് എന്താ ചെയ്യുന്നത്? നിക്ക് മാത്രമേ ഫില്ല് ചെയ്യുള്ളൂ. കണ്ടോ, നമ്മുടെ ആവശ്യം എന്താ? ഇവിടെ ഒരു നിക്കുണ്ട്, അത് ഫില്ല് ചെയ്യണം. വേറെ പരിപാടികളൊന്നും ചെയ്യണ്ട, പറയണ കാര്യം മാത്രം ചെയ്താൽ മതി. പക്ഷേ DNA പോളിമറൈസ് 1 വന്നു കഴിഞ്ഞാൽ എന്താ? നിക്ക് ഫില്ല് ചെയ്യും, പിന്നെ അപ്പുറത്ത് കിടക്കണ ബാക്കി ആൾക്കാരെ ഡീഗ്രേഡ് ചെയ്യും. അത് കഴിഞ്ഞ് അതിന് പകരം വേറെ ആൾക്കാരെ കൊണ്ട് പോകും അല്ലേ? പറയാത്ത പണികളൊക്കെ ചെയ്യും. പക്ഷേ നമ്മുടെ ക്ലീൻ ഓഫ് ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ? അവർക്ക് ഓൺലി ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ? ഈ നിക്ക് ഫില്ലിങ് മാത്രം. ഓക്കെ, എക്സിസ്റ്റിംഗ് ന്യൂക്ലിയോടൈഡ്സ് ഇവിടെ കിടക്കുന്ന ഈ GCAT എന്ന് പറയുന്നത് എന്താ? ഇത് നോട്ട് റീപ്ലേസ്ഡ്. കാരണം എന്താ? ക്ലീൻ ഓഫ് ഫ്രാഗ്മെൻറ്റിന് 5 പ്രൈം 3 പ്രൈം ആക്ടിവിറ്റി ഇല്ല. നമ്മുടെ DNA പോളിമറൈസ് 1-ന് ക്ലീവ് ചെയ്തെടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ് അല്ലേ? അതിന് നമ്മൾ എൻസൈമാറ്റിക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ക്ലീൻ ഓഫ് ഫ്രാഗ്മെൻറ്റ്. അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ആക്ടിവിറ്റി പോയി. അപ്പോൾ പോയത് ഏത് ആക്ടിവിറ്റിയാണ്? 5 പ്രൈം 3 പ്രൈം ആക്ടിവിറ്റി പോയി. അപ്പോൾ ഇവർക്ക് എന്താ? ഡീഗ്രേഡ് ചെയ്യാനുള്ള ആക്ടിവിറ്റി ഇല്ല. എക്സിസ്റ്റിംഗ് ന്യൂക്ലിയോടൈഡ് എന്ത് ചെയ്യും? അവിടെ തന്നെ നിൽക്കുവാണ്. ഇവരിവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യം. ഓക്കെ, ക്ലീൻ ഓഫ് ഫ്രാഗ്മെൻറ്റ് ഏറ്റവും അത്യാവശ്യമുള്ള ആൾ. ഇനി നമുക്ക് DNA പോളിമറൈസ് 1-ഉം അതുപോലെ തന്നെ DNA പോളിമറൈസ് ഒക്കെ ആവശ്യമുണ്ട്. എന്നാലും നമ്മളെന്താ പറയണത്? നമുക്ക് DNA പോളിമറൈസ് 1 ആവശ്യമുണ്ട്, എന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആരെ? ക്ലീൻ ഓഫ് ഫ്രാഗ്മെൻറ്റ്. ഇനി അടുത്തത് എന്താ നമുക്ക് പഠിക്കേണ്ടത്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്നത് എന്താ? വേറൊന്നുമല്ല, ഈ RNA ടെംപ്ലേറ്റാണ് ഈ കാണിച്ചേക്കുന്നത്. അതിൽ നിന്നെന്താ? നമുക്ക് ന്യൂ സ്ട്രാൻഡ് ഓഫ് DNA ഉണ്ടാക്കണം. അത്രേ ഉള്ളൂ. കണ്ടോ, RNA ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ Gക്ക് പകരം ആര് വരും? C. Uക്ക് പകരം ആര് വരും? A. ഓക്കെ, Uക്ക് പകരം A. Aക്ക് പകരം ഏതാ വരുന്നത്? T. Cക്ക് പകരം G. Gക്ക് പകരം ആര് വരും? C. Uന് പകരം ഏതാ വരുന്നത്? A. Aക്ക് പകരം ഏത് വരും? T. കാരണം എന്താ? DNA ആണിത് അല്ലേ? ഇവിടെ U വരാൻ പാടില്ലല്ലോ. മനസ്സിലായോ? ഇവിടെ U വരാൻ പാടില്ല, ഇവിടെ T വന്നു. അപ്പോൾ അങ്ങനെ സിന്തസൈസ് ചെയ്യുന്ന എൻസൈമും നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ പേരെന്താണ്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. ഇനി അതുപോലെ തന്നെ വേറൊരു ആളാരാ നമുക്ക് ആവശ്യമുള്ളത്? നമ്മുടെ ടാക് DNA പോളിമറൈസ് ആവശ്യമുണ്ട്. നമ്മുടെ PCR-ന് അല്ലേ? ഇത് തെർമോസ്റ്റേബിൾ പോളിമറൈസ് ആണ്. ഹൈ ടെമ്പറേച്ചറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. നമ്മുടെ PCR-ലെ ടെമ്പറേച്ചർ എത്രയാണ്? ഡീനേച്ചുറേഷൻ എത്രയാണ്? 94 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മുടെ ഡീനേച്ചുറേഷൻ ടെമ്പറേച്ചറിലൊക്കെ നമ്മുടെ ടാക് പോളിമറൈസ് ആക്റ്റീവ് ആയിരിക്കും. അതിന് പ്രശ്നമൊന്നും വരില്ല. ഓക്കെ, ഇതും നമുക്ക് എന്താ വേണ്ടത്? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഈ RDNA ടെക്നോളജിയിൽ ആവശ്യമുള്ള ആളുകളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. പോളിമറൈസസിൻ്റെ അണ്ടറിൽ വരുന്ന 4 പേര്: ടാക് പോളിമറൈസ്, പോളിമറൈസ് 1, ക്ലീൻ ഓഫ് ഫ്രാഗ്മെൻറ്റ്, പിന്നെ ഏതാണ്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റ്. ഇനി കുറച്ച് DNA മോഡിഫയിങ് എൻസൈംസ് പഠിക്കും. അപ്പോൾ ഇവരെന്താണ്? ഇവർ ചില ഗ്രൂപ്പിനെ ആഡ് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുവാണ്.
ഇതിൽ 3 പേരാണുള്ളത്. ഫസ്റ്റ് നമുക്ക് ആരെയാണ് പഠിക്കേണ്ടത്? ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്. ഇവരെന്താണ്? റിമൂവ് ചെയ്യുന്ന ആൾക്കാരാണ് ഫോസ്ഫറ്റേസ്. ഓക്കെ, റിമൂവ് ചെയ്യുന്നു. ആരെ റിമൂവ് ചെയ്യുന്നു? പേരിൽ നിന്ന് തന്നെ അറിയാം, ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെയാണ് ഇവർ റിമൂവ് ചെയ്യുന്നത്. കണ്ടോ, ഇവർ 2 സൈഡിൽ നിന്നും നമുക്ക് പറയാം, ഈ അറ്റത്തു നിന്നുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഇപ്പുറത്തു നിന്നുള്ളതൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇവിടെ എന്താ? ഇവിടെ അത് OH ആയി. അപ്പോൾ ഏത് അറ്റത്താണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉള്ളത്? 5' എൻഡിലാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ 5' എൻഡിൽ ഫോസ്ഫേറ്റിനെ റിമൂവ് ചെയ്യുന്നു അല്ലേ? ഫോസ്ഫേറ്റിനെ റിമൂവ് ചെയ്യുന്ന ആളാണ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ആര്? പോളിന്യൂക്ലിയോടൈഡ് കൈനേസ്. ഇവരെന്താ ചെയ്യുന്നത്? ആഡ് ഫോസ്ഫേറ്റ്. ഓക്കെ, കൈനേസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? കുറച്ച് ആഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, ഏത് സൈഡിട്ടാണ് ആഡ് ചെയ്യുന്നത്? 5' നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്നു. ആരാണ്? പോളിന്യൂക്ലിയോടൈഡ് കൈനേസ്. ഇനി നമ്മുടെ തേർഡ് വൺ ആരാണ്? ടെർമിനൽ ഡിയോക്സി ന്യൂക്ലിയോടൈഡൽ ട്രാൻസ്ഫറൈസ്. അപ്പോൾ ഇവിടെ അറിയാലോ, ന്യൂക്ലിയോടൈഡൽ ട്രാൻസ്ഫറൈസ്. ഇവരൊരു ന്യൂക്ലിയോടൈഡ് ഗ്രൂപ്പിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ നമുക്ക് പറയാം, ആഡ് 1 or more ന്യൂക്ലിയോടൈഡ്സ്. അതായത് DNTPs ആഡ് ചെയ്യുന്നു. കണ്ടോ, ഇവിടെ 2 പേര് വന്നു. കണ്ടോ, ഇവിടെ 2 പേര് വന്നു. കാണാമല്ലോ, യെല്ലോ കളറിൽ നിങ്ങൾക്ക് കാണാം. 2 പേര് വന്നു. ആ 2 പേരെ ഇവിടെ ആഡ് ചെയ്തു. ഓക്കെ, അതായത് സിംഗിൾ സ്ട്രാൻഡിലും ആഡ് ചെയ്യും, അതുപോലെ തന്നെ ഡബിൾ സ്ട്രാൻഡിലും ആഡ് ചെയ്യും. കണ്ടോ, ഇപ്പോൾ നമുക്കൊരു എക്സ്പെരിമെൻറ്റിൽ ഓവർ ഹാങ്സ് വേണം, ഇപ്പുറത്തും അപ്പുറത്തും. ഓക്കെ, 3' എൻഡിൽ ഓവർ ഹാങ്സ് വേണമെങ്കിൽ നമുക്ക് ഈ ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യണമെങ്കിൽ ആരെ വിളിച്ചാൽ മതി? ടെർമിനൽ ഡിയോക്സി ന്യൂക്ലിയോടൈഡൽ ട്രാൻസ്ഫറൈസിനെ വിളിച്ചാൽ മതി. അപ്പുറത്തും ഇപ്പുറത്തും ഓവർ ഹാങ്സ് റെഡി. ഇത്രയാണ് നമ്മുടെ മോഡിഫയിങ് എൻസൈംസ്. നന്നായിട്ട് പഠിക്കുക.